എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഏട്ടൻ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ട് നീ എന്നെ മറന്നില്ലല്ലോ പെണ്ണെ. എൻ്റെ തിരക്കുകൾക്കിടയിലും നിന്റെ മുഖം എൻ്റെ മനസ്സിൽ കടന്നു വരാറുണ്ടായിരുന്നു. അപ്പോഴേക്കും വല്ലാത്തൊരു കുത്തുവാദത്താൽ എൻ്റെ നെഞ്ച് പിടയും. എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ നീ പ്രാണനെ പോലെ സ്നേഹിച്ച എന്നെ വിട്ടുകളഞ്ഞത്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ വിളിച്ചുപോലും നോക്കിയിട്ടില്ല. എന്നിട്ടും നീ... ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഏട്ടനെ ഓർക്കുക എന്നാൽ എൻ്റെ മരണമാണെന്ന്. ഈ പ്രിയയെ ജീവിതത്തിൽ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, ചേർത്ത് വെച്ചിട്ടില്ല, എന്നെ ഞാനായി അറിഞ്ഞിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന നാളുകൾ അത്രയും അകലങ്ങളിലിരുന്നു മത്സരിച്ച് പ്രണയിച്ചില്ലേ നമ്മൾ. ഒരു കളങ്കവുമില്ലാതെ എന്നെ സ്നേഹിച്ചില്ലേ. എനിക്കത് മതിയായിരുന്നു. ഞാനിവിടെ ഇരുന്ന് ഓർക്കും, എൻ്റെ ഏട്ടൻ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാകും, മുഖത്ത് ചിരിയുണ്ടാകും എന്നൊക്കെ. അങ്ങനെ ഓർക്കുമ്പോൾ എനിക്കിവിടെ സന്തോഷിക്കാൻ പറ്റുമായിരുന്നു. ഒരാളെ ഇത്രയധികം ആഴത്തിൽ ഇങ്ങനെ സ്നേഹിക്കാമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ. ഇടി, നീ ഇങ്ങനെ കരയില്ലേ? അതിനാണ് ഞാൻ വന്നത്. കണ്ണു നോക്കി, ഞാൻ നോക്കി. നിനക്ക് കുപ്പികൾ ഇഷ്ടമല്ലേ? നോക്ക്, ഇഷ്ടമായോ? ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ എൻ്റെ ഏട്ടൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും കിട്ടാൻ. ഇതൊന്നും എനിക്ക് ഇട്ട് തരാമോ? കൈ കാണിക്കും. ഏട്ടാ, പറ. എൻ്റെ ഏട്ടൻ്റെ ചുമലിച്ചാൽ ഈ കടത്തിരുത്തി ഇങ്ങനെ ഇരിക്കും. ഞാൻ അനുഭവിക്കുന്ന സമാധാനം എത്രയാണെന്ന് അറിയാമോ? അറിയാടി, എല്ലാം അറിയാം. നമുക്ക് പോണ്ടേ? കുറച്ചു നേരം കൂടെ ഏട്ടാ. നിന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ പെണ്ണെ. എത്ര സംസാരിച്ചാലും മതിയാവാത്തൊരു പെണ്ണ്. നീ വാ, എണീറ്റ് നമുക്ക് പോവാം. ശരി, പോവാം. മലരായി